നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് 2 ദിവസം മാത്രം ശേഷിക്കെ മുൾമുനയിൽ ഇരുമുന്നണികളും. ബൂത്തുതല കണക്കെടുത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDFും UDFും PV അൻവറും. ഇന്ന് രാവിലെ 9 മണിക്ക് PV അൻവർ മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുമെന്ന് ഇരുമുന്നണികളും വിലയിരുത്തുന്നു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ഈ പ്രചാരണത്തിന്റെ ഘട്ടത്തിലൊക്കെ അൻവർ ഒരു വിഷയമേ അല്ല, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ അൻവറിന് കഴിയില്ല എന്ന പ്രതികരണമാണ് മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴിതാ അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് നിർണായകമാകും എന്ന് വിലയിരുത്തുന്നു മുന്നണികൾ. ഇന്നലെ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിജയം ഉറപ്പ് എന്ന് വിലയിരുത്തുന്നുണ്ട്. UDF നേതൃത്വം തികഞ്ഞ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് നേതാക്കൾ പറയുന്നു. അങ്ങനെ കണക്കുകൂട്ടലിന്റെ ദിനമാണ്. ഇനി ഒരുപാട് മണിക്കൂറുകളൊന്നുമില്ല. തിങ്കളാഴ്ച രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന വിധി അറിയാൻ കഴിയും. അതിന് മുന്നോടിയായുള്ള നേതാക്കളുടെ മുന്നണികളുടെ പ്രതീക്ഷയും കണക്കുകൂട്ടലുകളും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ബിബിൻ? ഗുഡ് മോർണിംഗ് റീജിത്ത്, ക്രിസ്റ്റീന. ഈ PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് എങ്ങനെയായിരിക്കും, എവിടെ നിന്നല്ലായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം അത് LDFനും UDFനും ഉണ്ട്. ആ ചോർത്തൽ ഏത് മേഖലയിൽ നിന്നായിരിക്കും കൂടുതൽ എന്നുള്ളതും ഒരു ഗൗരവമുള്ള ചോദ്യം തന്നെയാണ്. LDFനും UDFനും ഇപ്പോഴും അവർ വിജയപ്രതീക്ഷയിലാണ്. ബൂത്ത് തല കണക്കുകൾ എടുക്കുമ്പോഴും വിജയിക്കും എന്നുള്ളതിൽ കുറഞ്ഞൊന്നും തന്നെ ഇരുകൂട്ടരും പറയുന്നില്ല. അതിൽ എടുത്തു പറയേണ്ടത് ഈ അമരമ്പലം, കരുളായി ഒഴിച്ചുള്ള മറ്റെല്ലാ പഞ്ചായത്തുകളും UDFനൊപ്പം നിൽക്കുമെന്നുള്ളതാണ് അവരുടെ അവസാനത്തെ കണക്കുള്ളത്. അത് പ്രത്യേകിച്ച് വഴിക്കടവിൽ നിന്ന് നല്ല ലീഡ് ഉണ്ടാകും. അത് 4,000-അപ്പുറത്തേക്ക് ലീഡ് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു കണക്കാണ് അവരുടെ കയ്യിലുള്ളത്. ഒപ്പം തന്നെ ഈ മുനിസിപ്പാലിറ്റിയും ഒപ്പം തന്നെ കരുളായി, അമരമ്പലം, പോത്തുകല്ല് അവിടെ വ്യക്തമായ ലീഡ് ഉണ്ടാകുമെന്ന് LDFും കരുതുന്നുണ്ട്. ഇതൊരു വിജയത്തിലേക്ക് വന്നാൽ പോലും അത് വലിയൊരു വിജയം അല്ലെങ്കിൽ പോലും ഒരു 5,000 വോട്ടുകൾക്ക് താഴെ ഒരു ജയമുണ്ടാകും. ഒരു വലിയ രീതിയിൽ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് 15,000 വരെ പോകാമെന്നുള്ളതും UDF കണക്ക് കൂട്ടുന്നു. എന്നാൽ PV അൻവർ ഫാക്ടറും അതുപോലെ തന്നെ UDFിലെ ഭിന്നതയും അത് മുതലെടുക്കാനായി അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവവും ഒരു 5,000 വോട്ടുകൾക്ക് ഒരു വിജയ സാധ്യത കാണുന്നു LDF. PV അൻവറിനെ സംബന്ധിച്ച് അവിടെ ഏകദേശം 20,000 വോട്ടുണ്ട് എന്ന് പറയുമ്പോഴും LDFും UDFും ഒരു 6% വോട്ടുകൾ PV അൻവർ നേടുമെന്നുള്ളതാണ്. അതായത് ഒരു 10,000 വോട്ടിൻ്റെ അടുത്ത് നേടും എന്നുള്ളത് മാത്രമാണ് കണക്ക്. അതിന് മുകളിലേക്ക് വോട്ടുകൾ നേടുകയാണെങ്കിൽ അൻവർ ക്യാമ്പ് പറയുന്നത് പോലെ ഒരു 20 to 25 ഇടയിലൊക്കെ നേടുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ വ്യത്യാസം അല്ലെങ്കിൽ ഈ ജയപരാജയങ്ങളെ തന്നെ നിർണ്ണയിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു അട്ടിമറി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഇന്ന് 9 മണിക്കാണ് PV അൻവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ മാർത്തോമ സ്കൂളിൽ വെച്ചാണ് വോട്ടെണ്ണൽ. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ 3-ാം സ്ഥാനത്ത് PV അൻവർ വരുമെന്നുള്ളത് ഏറെക്കുറെ LDFും UDFും പറയാതെ പറയുന്നുണ്ടെങ്കിൽ BJP അങ്ങനെയാണെങ്കിൽ 4-ാം സ്ഥാനത്തേക്ക് പോകും. 4-ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യം നേടിയ ഒരു 7,000-ഓളം വോട്ടുകൾ നിലനിർത്താൻ കഴിയുമോ, അതല്ല അതിനേക്കാൾ കുറയുകയോ കൂടുകയോ ചെയ്താൽ അതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. വിപിന്, ഒരു കാര്യം കൂടെ, ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മികച്ച പോളിംഗ് ഉണ്ട്, അതിനുശേഷം ഫലം വന്നിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരുന്നതിന് മുമ്പുള്ള ഈ ഇടവേളയിൽ ഇന്ന് PV അൻവർ വിളിക്കുന്ന വാർത്താ സമ്മേളനത്തിന്റെ ഒരു പ്രാധാന്യം എന്താണ്? അതെ, വോട്ട് ചോർത്തുക എന്നുള്ളതിനപ്പുറം വിജയമുണ്ട്, വിജയ സാധ്യത തന്നെ ഉണ്ട് എന്നുള്ളത് കണക്കുകൾ വെച്ച് പറയുക എന്നുള്ളതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ LDFിൻ്റെ ഭാഗത്ത് നിന്നുള്ള വോട്ടുകൾ ലഭിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ, കുറച്ചുകൂടി വ്യക്തതയോടെ പറയുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുള്ളത്. ആദ്യഘട്ടത്തിൽ UDFിൽ നിന്നും LDFിൽ നിന്നും വോട്ടുകൾ ചോർന്നു എന്നുണ്ടെങ്കിൽ പോലും ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ കൃത്യമായി തന്നെ UDFിലേക്ക് പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ LDFിൽ നിന്ന് വോട്ടുകൾ ചോർത്താനായി ചുങ്കത്തറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് LDF പ്രവർത്തകർ കൂടെ നിന്നു എന്നുള്ള ഒരു അൻവർ ക്യാമ്പ് പറയുന്നത്. അത് പറയുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കാം ഇന്ന് ഒരു വാർത്താ സമ്മേളനം 9 മണിയോടുകൂടി PV അൻവർ വീട്ടിൽ വിളിച്ചിരിക്കുന്നത്. മറ്റ് അവകാശവാദങ്ങളൊക്കെ ഇതിനു മുൻപ് തന്നെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾ കൂടി ഇന്ന് ആവർത്തിക്കപ്പെട്ടേക്കാം. ശരി, PV അൻവർ എന്തായാലും ഇന്ന് 9 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 25,000-ലധികം വോട്ട് പിടിക്കും എന്നൊക്കെയാണ് അൻവർ ക്യാമ്പിന്റെ ആത്മവിശ്വാസം. എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. എന്തായാലും രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് തിങ്കളാഴ്ചയിലേക്കാണ്. തിങ്കളാഴ്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലാണ്.